ഹലോ ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 എവിക്ഷൻ എപ്പിസോഡിനെ കുറിച്ചാണ്. ഒരു നല്ല എപ്പിസോഡ് തന്നെയായിരുന്നു എവിക്ഷൻ എപ്പിസോഡ്. പലരും പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റൻറ്റിനാണ് എവിക്റ്റായി പോയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിക്ഷൻ ആ ആളല്ല എവിക്റ്റഡ് ആവണ്ടേ എന്നുള്ളത് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. എനിക്കും ആ ഒരു അഭിപ്രായമുണ്ട്. രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം കളിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ആയിട്ടുള്ളെങ്കിൽ പോലും അതിൽ മുഴുവൻ എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് ഈ രതീഷ് എന്ന് പറയുന്ന ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ എവിക്റ്റായി പോകേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല. പിന്നെ ബിഗ് ബോസിന് ഇതിൽ എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വരും ആഴ്ചകളിലൂടെ നമുക്ക് കാണണം. ഇപ്പോൾ ചില കണ്ടസ്റ്റൻസിന് ഇത്ര ആഴ്ചത്തോളം നിലനിർത്തണം എന്ന് ചിലപ്പോൾ ഏഷ്യനെറ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനൊക്കെയോ ചിലപ്പോൾ വല്ല ഒരു പദ്ധതി ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയില്ല. കാരണം എന്നറിയോ, ഈ രതീഷിനേക്കാളും മോശം കണ്ടസ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. ഒരു കളിയും കളിക്കാത്ത വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കളിക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിഷാന എന്ന് പറഞ്ഞൊരു കോമണർ ഉണ്ട് ഇല്ലേ. ഈ നിഷാന എന്ന് പറഞ്ഞ കോമണർ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് എവിക്ഷൻ എപ്പിസോഡ് മോഹൻലാലിനോട് പറയണത് എന്താണ്, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നുമല്ല, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ബോള് പറക്കാം അല്ലെങ്കിൽ കുറേ കളികളുണ്ടല്ലോ അതൊക്കെ കളിക്കാം, അതിന് വേണ്ടിയാണോ ബിഗ് ബോസിലേക്ക് വരുന്നത്? മോഹൻലാൽ അത് ചോദ്യം ചെയ്തു. അതിന് വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് മെൻ്റലിയും അതുപോലെ ഫിസിക്കലിയും എല്ലാം കൊണ്ട് വെൽ പ്രിപ്പയർഡായിട്ട് വന്ന് നമ്മൾ പെർഫോം ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിലേക്ക് ഒരു എൻട്രി കിട്ടിയിട്ട് അതിലൊരു കണ്ടസ്റ്റൻറ്റ് പറയുകയാണ് ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനത്തെ കളികളൊക്കെ എൻജോയ് ചെയ്യാൻ വന്നതാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ അതിനെ എടുത്തിട്ട് പുറത്തുണ്ടായിരുന്നു. രതീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പറയേണ്ട പോയിന്റുകൾ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ബിഗ് ബോസ് എല്ലാ സീസണും കണ്ടിട്ടുള്ള വ്യക്തി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിൽ നല്ല ഹൈയിൽ നിന്ന രാജാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കുറേ ഇത് എടുത്തിട്ട് അംശങ്ങൾ എടുത്തിട്ട് ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു രൂപം. അത് ശരിക്കുള്ളൊരു ഇമേജ് രതീഷിന് അതല്ല. രതീഷ് ഇവിടെ വന്നിട്ട് ഫേക്കായി കളിച്ചാണ്. പക്ഷെ ആ ഫേക്കായി കളിച്ചത് ഇറിറ്റേറ്റിംഗ് ആയിപ്പോയി. അത് നമ്മൾ രജത് കുമാർ സാറിൻ്റെ ഒക്കെ ഒരു ഇതിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. രജത് കുമാർ പറയുന്നതൊക്കെ വലിയ വലിയ തത്വചിന്തകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് അത് കണക്റ്റ് ആയിപ്പോയി. പക്ഷെ രതീഷ് പറഞ്ഞത് അട്ടർ ഫെയിലിയർ ആയിരുന്നു, അട്ടർ കോമഡി ആയിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പോയി. പക്ഷെ അത് പോകേണ്ട ഒരു വ്യക്തി അല്ലായിരുന്നു. കാരണം കുറച്ചും കൂടെ ആഴ്ചകൾ നിന്ന് കുറച്ച് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരുമായിരുന്നു. ഇപ്പോൾ ആദ്യമേ തന്നെ ചെന്നിട്ട് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള മട്ടിലാണ് രതീഷ് കളിച്ചത് കൊണ്ടുള്ള ഒരു പാളിച്ചയാണെന്ന് എനിക്ക് തോന്നിയുള്ളത്. നിഷാനൊക്കെ ആദ്യത്തെ എപ്പിസോഡിലാണ് പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുപോലെ തന്നെയാണ് സുരേഷ് എന്ന് പറയുന്നത്. സുരേഷ് മേനോനൊക്കെ എന്താണ് കളിക്കുന്നത്? ഒരു കാര്യമില്ല, അട്ടർ ഫെയിലിയറാണ്. എന്തിനാണ് അങ്ങനെ ഒരാളെയൊക്കെ പിടിച്ചത്? അദ്ദേഹത്തിന് വോട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയൊന്നുമില്ല. കാരണം നമ്മൾ വോട്ടിൻ്റെ റേറ്റ് ഒന്നും അറിയുന്നില്ലല്ലോ. എന്തായാലും രതീഷിനേക്കാളും കുറയാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രതീഷിനെ ഇങ്ങനത്തെയുള്ള കോമഡികളും ഇങ്ങനെ ചലിച്ച കോമഡികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അതേപോലെ എന്താണ് സുരേഷിന് അവിടെ സുരേഷ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. രതീഷുമായിട്ടൊരു കാശപ്പിച്ചില്ല. അതന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പരിപൂർണമായിട്ട് രതീഷ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സുരേഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നതും രതീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നതും സെയിമാണ്, ഒരേ കണ്ടൻറ്റാണ്. പേര് ഇമേജ് ഒരേപോലത്തെ ഇമേജാണ് അതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സുരേഷ് വലിയ മാന്യനായി അല്ലെങ്കിൽ രതീഷ് വളരെ മോശമായിരുന്നില്ല. പേരും അതിൽ തുല്യ ഇതിൽ കുറ്റക്കാരാണ്. അപ്പോൾ സുരേഷ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ആ ഒരു ഇൻസിഡൻറ്റ് സാധിക്കില്ല. പിന്നെ ഇപ്പോൾ സുരേഷ് എന്ത് കളിയാണ് കളിച്ചത്? അപ്പോൾ സുരേഷൊക്കെ പോകണം. പിന്നെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി കുറേ അദ്ദേഹത്തിന് ഒരു അവാർഡ് കണ്ടില്ല. ഇപ്പോൾ എവിക്ഷൻ റൗണ്ടിൽ ഒരു അവാർഡ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിലൊരു അവാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മരമണ്ടൻ എന്നുള്ളൊരു അവാർഡ്. അത് ജിൻഡോയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നന്ദി. ശരി, മരമണ്ടനാണ്. അത് ബിഗ് ബോസ് സീസൺ 6 വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്നാണ് എനിക്ക് ജിൻഡോന് തോന്നിയിട്ടുള്ളത്. ആ ഒരു മണ്ടത്തരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നസെൻസ് പുറത്തു വന്നുകൊണ്ടാണ് ഇപ്പം അദ്ദേഹമായിട്ട് പ്രേക്ഷകർ കുറച്ച് കണക്റ്റ് ആയിരിക്കുന്നത്. ഒരു പാവം എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് വന്നിരിക്കുകയാണ്. ആ ഒരു ഇമേജ് രതീഷിന് കിട്ടി. രതീഷിന് ഭയങ്കര എന്ത് മനുഷ്യനാണെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും നമുക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ നമുക്കൊന്നും ഉൾക്കൊള്ളാനേ പറ്റില്ല. നമ്മുടെ ആൾ വരുമ്പോഴേക്കും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. അതേപോലെയാണ് ഇപ്പോൾ രതീഷിൻ്റെ അവസ്ഥ. രതീഷിൻ്റെ അവസ്ഥ അതിന് ഹൗസിനുള്ളിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല അതിന് ഇറിറ്റേറ്റിംഗ് ആയത്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇറിറ്റേറ്റിംഗ് ആയി. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എവിക്ഷൻ്റെ ഒരു കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിൽ ബദലായിട്ട് എനിക്ക് തോന്നുന്നത്
അദ്ദേഹം ഫസ്റ്റ് എപ്പിസോഡൊന്നും അങ്ങനെ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ്, അദ്ദേഹത്തിന് കുറച്ച് വോട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസ് അതിലുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർക്കും അങ്ങനെ ഒരു അവാർഡ് കൊടുത്തല്ലോ, അവർ തന്നെ തിരഞ്ഞെടുത്തുള്ള ഒരു അവാർഡ്, ഹീറോയിൻ അവാർഡ് കൊടുത്തിരിക്കുന്നത് ജാസ്മിൻ ജാഫറിന്. എന്തടിസ്ഥാനത്തിലാണ് ഹീറോയിൻ കൊടുത്തിരിക്കുന്നത് എനിക്കറിയില്ല. വെറുതെ തൊള്ളത്തോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഹീറോയിനാവോ. അതുപോലെ ഹീറോ അവാർഡ് കൊടുത്തത് സിജോയ്ക്ക്, അത് പിന്നെയും ഒരു ന്യായീകരണം വിചാരിക്കാം. മടിയൻ എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഗബ്രിക്കാണ്. വളരെ കറക്റ്റാണ്. ഇപ്പം എന്ത് പണിയാണ് ഗബ്രി അതിനകത്ത് ചെയ്യുന്നത്? ഒരു ഇരിപ്പിടുണ്ടാവും, അതിൻ്റെ പുറകിലായിട്ട് 2 വാഴ നട്ടിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 വാഴ. ആ 2 വാഴകളാണ് ഒന്ന് ജാസ്മിനും ഒന്ന് ഗബ്രിനും. അത്രയും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ വീട്ടിൽ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വേറൊരാളെ ചീത്ത പറയുകയാണെങ്കിൽ ജാസ്മിൻ അതിൻ്റെ ഇടയിൽ കയറി ജാസ്മിൻ വലിയ ന്യായീകരണം, വലിയ ഉപദേഷ്ടാവ്, ഭയങ്കര മീഡിയേറ്റർ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നു. ഗബ്രി വായ തോന്നിയതൊക്കെ വിളിച്ച് പറയാം. ആരെങ്കിലും ഒരാളെ ചീത്ത പറഞ്ഞ് കുറച്ച് സ്ക്രീൻ പ്രസൻസ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നോറയെ വഴക്ക് പറഞ്ഞത്, നിൻ്റെ വീട്ടുകാരിട്ട പേര് നീ മാറ്റിയില്ലേ എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചിട്ട് അതൊന്ന് ലാലേട്ട എടുത്ത് ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് സിനിമാ നടന്മാരുടെയൊക്കെ പേരുകൾ എല്ലാം വേറെ പേരുകൾ, പ്രേം നസീർ, മമ്മൂട്ടി, രജനീകാന്ത്, എല്ലാവരുടെ പേരും അവർ അച്ഛനമ്മയുടെ പേരാണോ? അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേരുകൾ അതൊന്നുമല്ലല്ലോ. അവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ വരുമ്പോൾ അവർ പേരെല്ലാവരും മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ നോറോട് ചോദിക്കേണ്ട എന്താവശ്യമില്ല. അതും സിനിമ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗബ്രിയെ പോലെ ഒരു വ്യക്തി, മരമണ്ടെന്ന് ജിൻഡോൻ്റെ ആ ഒരു ടൈറ്റിൽ എടുത്ത് ശരി ഗബ്രിക്ക് കൊടുക്കണമായിരുന്നു. ഗബ്രി ഉണ്ടല്ലോ, ഗ്രാഫ് ഫസ്റ്റ് വീക്ക് തന്നെ വളരെ വീക്കായിരുന്നു. ഇനി താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു ലവ് ട്രാക്ക് വിട്ട് സ്വന്തമായിട്ട് കളിക്കുക. അതായത് നമ്മുടെ ഋഷിയെ പോലെ, ഋഷിയുടെ ഗ്രാഫൊക്കെ ഇനി നോക്കാം നമുക്ക്. ഓരോ വീക്ക് കഴിയുന്തോറും ഋഷി ഉയരും, അതുപോലെ അസി ഉയരും, റോക്കി ഉയരും, ഋഷി ഉയരും. അർജുൻ്റെ കാര്യം എനിക്ക് ഇപ്പോഴും സംശയമാണ്. അർജുൻ്റെ ഒരു ഇത് എനിക്ക് പിടികിട്ടിട്ടില്ല, എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളത്. ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, ഒരു നന്മമരം പോലെയൊക്കെ. ഇതിലത്തെ ഒരു നന്മമരം മാറുമോ അർജുൻ എനിക്ക് സംശയമുണ്ട്. ഇനി വരും ഇതിൽ നമുക്ക് കാണാം, ആഴ്ചകൾ കാണാം. പിന്നെ ശരണ്യ എനിക്ക് ഒരു ഹോപ്പും ഇല്ല കേട്ടോ. ഒരുപാട് വസ്ത്രങ്ങൾ ഇങ്ങനെ വിവിധ തരത്തിലിങ്ങനെ ഫാഷനായിട്ട്, ഫാഷനൊന്നും തന്നെ പറയാൻ പറ്റില്ല, അട്ടർ ഫെയിലിയറാണ് കോസ്റ്റ്യൂംസൊക്കെ. അതൊക്കെ ഇട്ട് വന്നുകൊണ്ടിരുന്നുകൊണ്ടൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റായി വരുന്നത് ഇപ്പോൾ അപ്സരയാണ്. അവർക്ക് ആ സീരിയൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മന്ദബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തെന്നാണ് തോന്നിയത്, അത് ആ ക്യാരക്ടറായിരുന്നു. അവർ അഭിനയിച്ചത് അടിപൊളിയായിട്ടുണ്ടല്ലോ. അതേപോലെ അല്ല ബിഗ് ബോസിൽ അവർ വേറൊരു ക്യാരക്ടറാണ്. ഇന്ന് ആ ഒരു സെക്കൻഡ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ ആദ്യമേ വന്ന് നമ്മുടെ റോക്കി പറഞ്ഞു ഇതിലൊന്ന് ജയിക്കാൻ പോകുന്നത് ആരെന്ന്, നമ്മുടെ മറ്റേ ഫിസിക്കൽ ട്രെയിനർ കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഫിസിക്കൽ ട്രെയിനർ 3-ാം സ്ഥാനത്ത് എത്തുന്നു. എന്തിനാ ഇത്ര ആണുങ്ങളെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞാൽ എന്താ, ആണുങ്ങളെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ജയിച്ചിരിക്കുന്നത് അപ്സരയാണ്. കാരണം സിജോ അവിടെ ആകെ വെകിളി കൂടിയിട്ട് മേത്ത് ചുറ്റിക്കെട്ടിരുന്ന ആ ഒരു ബാൻഡേജ് അതെല്ലാം പോയി, ആള് ഫെയിലായി പുറത്തു പോയി. അപ്പോൾ നമ്മൾ ആരും മുൻവിധിയോടുകൂടി കാണരുത് എന്നാണ് ശരിക്കും പറയണേ ആ ഒരു എപ്പിസോഡിൽ നിന്ന്, അല്ലെങ്കിൽ അപ്സരയുടെ ആ വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ശരിക്കും അപ്സര ജയിക്കേണ്ടതായിരുന്നു. കാരണം 2-3 ആരും തന്നെ അപ്സരയുടെ പേര് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആര് ജയിക്കുമെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് സിജോ. അതെന്തായാലും ഒരു ആണെ ജയിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അവർക്ക് ഉറപ്പായിരുന്നു. ഫിസിക്കൽ എന്തെങ്കിലും വന്നാൽ ആണുങ്ങളെ ജയിക്കുള്ളൂ എന്ന് അവിടെ എല്ലാവരും വെച്ച പോലെയാണ്. അതുപോലെ മറ്റേ കുട്ടി ഫിസിക്കൽ ട്രെയിനറാണ്, സെൻറ്റ് തെരേസസ് കോളേജിലെ ഫിസിക്കൽ ട്രെയിനറാണെന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആ കുട്ടി ജയിക്കണം. പക്ഷേ അപ്സര ജയിച്ചതിന് ശേഷം അപ്സര പറഞ്ഞു ഞാൻ NCCയിലുണ്ടായിരുന്നു, ഞാൻ വളരെ ആക്റ്റീവായിരുന്നു എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും വലിയൊരു കൈയടിച്ചു. അതാണ് ഒരാളെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മൾ വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ലാലേട്ടൻ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഹങ്കാരം കൂടി വരുന്നെന്ന് തോന്നുന്നവർക്കൊക്കെ തലമണ്ടൊക്കെ നല്ലൊരു കൂട്ടിയിട്ടാണ് ലാലേട്ടൻ ഇരുത്തുന്നത്. പിന്നെ കൂടുതലായിട്ട് ഓവറായിട്ട് സംസാരിക്കാനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. ലാലേട്ടൻ എന്താണോ ചോദിക്കുന്നു ആ കാര്യത്തിലുള്ള കണ്ടന്റ് അവർ പറയുന്നതിൽ അതിൽ നിന്ന് ഡീവിയേറ്റ് പോവുകയാണെങ്കിൽ അപ്പോൾ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കും, അവർ അതേ പറഞ്ഞാൽ യെസ് അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗബ്രിയുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചു, ഗബ്രി ചെയ്തത്, അതായത് നോറയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആ പേര് നിൻ്റെ വീട്ടുകാരിട്ട പേര് മാറ്റിയിട്ട് നീ പുതിയ പേരിൽ ഉപയോഗിക്കുന്ന അത് തെറ്റല്ല രീതിയിലൊക്കെ ഗബ്രി കുറേ നോറേനിട്ടിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇത് തെറ്റാണോ ശരിയാണോ? ഇപ്പോൾ ഗബ്രി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ അവിടെ നിർത്തിയിട്ട് വീണ്ടും ചോദിച്ചു ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഗബ്രിയോട് തെറ്റാണ്, പിന്നെ ഒന്നും പറയണ്ട അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അതാണ് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ
മുമ്പത്തെ സീസണുകളിൽ നിന്നും ലാലേട്ടൻ ഒരു മാറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ബിഗ് ബോസും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, ലാലേട്ടനും വഴക്ക് പറയുന്നുണ്ട്, കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ഒരു അച്ചടക്കമൊക്കെ വന്നിട്ടുണ്ട്. വന്ന പാട് തന്നെ വഴക്കും എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തൊരു ഇതായിരുന്നു. മുമ്പത്തെ സീസണുകളൊക്കെ അവർ ആദ്യം വന്ന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ആയതിന് ശേഷമാണ് ഇങ്ങനെ തല്ലൂട്ടൊക്കെ വന്നു തുടങ്ങിയത്. തുടക്കത്തിലേ അടിയായിരുന്നു. എന്തിനാ അടി എന്നുള്ള ഇത് അവർക്ക് തന്നെ അറിയാത്ത രീതിയിലുള്ള. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടായി, അവർക്ക് പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ അവർക്കതൊരു 5-8 ആഴ്ച കഴിഞ്ഞ ഒരു പ്രതീതിയാണ് അതിൻ്റെ ഉള്ളിലുള്ളവർക്കുണ്ടാകും. അവർ പറയുന്നുണ്ട് ലാലേട്ടനോട്, അങ്ങനെയൊക്കെയാണ്. അപ്പം എവിക്ഷനിൽ ഇപ്പോൾ എന്തായാലും നമ്മളുടെ രതീഷ് പോയിരിക്കുകയാണ്. രതീഷ് പോയതിൽ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്, പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോകേണ്ട ഒരു വ്യക്തി അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിൽ നിഷാനയോ അല്ലെങ്കിൽ ജിൻഡോയും നിൽക്കണം കുറച്ച്. ജിൻഡോ വേണ്ട, എനിക്ക് തോന്നുന്നത് സുരേഷ് അല്ലെങ്കിൽ നിഷാന, ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്നു അത് ഒരു ഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ രതീഷ് പോയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആളുകളും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ അത്രയും അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ടില്ല, ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പ്രേക്ഷകർ അയാളുടെ ഇങ്ങനത്തെ ഇറിറ്റേറ്റിംഗ് ഒക്കെ ആണെങ്കിലും ബിഗ് ബോസിൽ അയാളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഇതുവരെയ്ക്കുള്ള ദിവസങ്ങളൊക്കെ അയാളെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. മറ്റുള്ള ചില കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്യണമെങ്കിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട് ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ അതാണ് ഈ ഒരു എവിക്ഷൻ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നാളെ വീണ്ടും 2ാമത്തെ ആഴ്ച തുടങ്ങുകയാണ്. റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.